വീട്ടിലാണ് കല്യാണം നടത്തണം എന്നൊക്കെയാണ്. അതിന്റെ മുന്നേ ഒന്ന് പരിചയപ്പെടുന്നതല്ല അല്ലേ? നിങ്ങളെ അച്ഛൻ നിങ്ങളെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെട്ടു. നിങ്ങൾ പരിചയപ്പെടുത്തേ? ആ ഇരുന്നോ ഒരാളെ കുടുംബക്കാര് മാമനെ ഇവരെ പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയാണ് എന്നുവെച്ചാൽ ഇവരെ പിന്നെ അച്ഛൻ്റെ അനിയൻ പിന്നെ ഇത് മാമൻ വലിയ മാമനാണ്. ഹിന്ദുവിൻ്റെ വലിയ മാമൻ വെച്ചാൽ ഇതിൽ അമ്മേൻ്റെ അമ്മേൻ്റെ അമ്മ ഒരാളിത് ഒരാളവിടെയുണ്ട്. പിന്നെ ഒരാൾ ഇത് ആപ്പനാണ് ഹിന്ദുവിൻ്റെ അച്ഛൻ്റെ അനിയൻ. പിന്നെ ഇത് നമ്മളിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നമുക്ക് കാര്യത്തിലേക്ക് അല്ലേ? നമ്മൾ ഡേറ്റ് കണ്ടത് രണ്ടു കൂട്ടർക്കും ഇതായിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 6-നാണ് കല്യാണം, തിങ്കളാഴ്ച അല്ലേ? അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഡേറ്റിന്റെ കാര്യത്തിൽ ആർക്കും പ്രശ്നമില്ലാന്ന് വിചാരിക്കും. രണ്ടു കൂട്ടർക്കും അപ്പോൾ അതിന്റെ മുഹൂർത്തമൊക്കെ ഉണ്ട്. 6 തിങ്കളാഴ്ച പകൽ 11 മണിക്കും 12 മണിക്കൂടെ അത് നിങ്ങളുടെ കൂടെ വരുന്ന വീഡിയോഗ്രാഫർമാരുണ്ട്. തീരുമാനിച്ചത് ഇവിടുത്തെ പ്രശ്നമൊന്നും ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴാണ് ഇറങ്ങേണ്ട വെച്ചാൽ നിങ്ങൾ ഫോട്ടോഗ്രാഫർമാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊന്നും തീർച്ചയാണ്. ഒന്ന് ആയിക്കോട്ടെ. നിങ്ങൾ ആൾക്കാരൊക്കെ കല്യാണം കഴിയുമ്പോൾ തന്നെ ഡേറ്റ് അംഗീകരിച്ചില്ലേ? ഡേറ്റ് അംഗീകരിച്ചു. ഇനി അടുത്തത് വെന്യൂ, അതായത് എവിടെ വെച്ചിട്ട് അപ്പൊ ഇതിന് സ്ഥലം എവിടെ വെച്ച് കല്യാണം നടത്തണം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പെണ്ണ് വീട്ടുകാർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. അപ്പൊ പറഞ്ഞു ഇവിടുന്ന് കല്യാണം ഇവിടുന്ന് ഇറക്കി തരാൻ കല്യാണം. അപ്പൊ അതെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ മോതിരത്തെ അറിയാതെ മോതിരം മാറുന്ന കയ്യിൽ ചെക്കൻ്റെ പേര് എഴുതിയ പെണ്ണിന്റെ അളവിലുള്ള അതുപോലെ പിന്നെ ഡ്രസ്സ് നിങ്ങളന്ന് ഞങ്ങൾ ഇവിടുത്തെ ആചാരപ്രകാരം പെണ്ണിന് അന്നത്തെ കല്യാണ പന്തലിൽ ഞങ്ങൾ കൊണ്ടുവരും. കൂടെ എന്നുള്ളൊരു ഇതുണ്ട്. തലേദിവസം നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്തിന് ഇവിടെ എത്തിക്കുക. അതൊന്ന് പറഞ്ഞാൽ മതി. സമയം ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. നാമം ഒരുപാട് കാര്യങ്ങളാണ്. പിന്നെ മാല പെണ്ണിന് കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മളിവിടെ അല്ല അതല്ല മാല പൂമാലയും ബൊക്കെയൊക്കെ എങ്ങനെയാ ഒരിക്കൽ പെണ്ണിന് ഒരിക്കൽ തലേ നിങ്ങൾ ഇവിടെ ആക്കിക്കൊണ്ട് ഒരുക്കാറുള്ള ആളുകളെ കൊണ്ടുവരുന്ന നല്ല ഇവിടെ ഏർപ്പാടാക്കണം. എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ വേണ്ട, അത് വരുമ്പോ മാല അന്നേരം കൊണ്ടുവന്നാൽ മതി. ചേർത്താനുള്ളൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഇവിടുന്ന് വാങ്ങിക്കേണ്ടി വരും. പഠിക്കുമ്പോൾ മാല മുടിയിൽ ചേർത്താനുള്ള മാല നിങ്ങൾ വരുമ്പോൾ മാല മറ്റേ കല്യാണത്തിന്റെ മാല ഫോൺ നമ്പറാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ രാഹുകാല 7 മുതൽ 9 വരെ ഉണ്ടോ? നിങ്ങളിപ്പോൾ 9 കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണോ അവിടുന്ന്? അല്ല 7 മുന്നേ
നിങ്ങൾ അറിയിച്ചു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് കൂടി എത്തൂല്ലേ? രാഹുലത്തിന്റെ ടൈം പറഞ്ഞാൽ 1:30 മുതൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് മുഹൂർത്തത്തിന്റെ ടൈമിനനുസരിച്ച് അതറിയാം അരമണിക്കൂറിന്റെ ഓട്ടമല്ലോ. ഇവിടുന്ന് ഒന്നും ചെയ്യേണ്ടില്ല. ആദ്യം വരുമ്പോൾ കുട്ടീനെ എല്ലാം കയ്യല്ല ആ ഓ അതിനനുസരിച്ച് വന്ന സമയം തന്നെ ലാസ്റ്റ് മൂവിന്റെ ഓട്ടവും ചാട്ടം കളിക്കാൻ നമുക്ക് സാധാരണ വന്നാൽ നമുക്ക് സൗകര്യം കിട്ടും. ഇപ്പോൾ കഴിഞ്ഞോടുമ്പോൾ തന്നെ ഇറങ്ങിയാൽ മതി. അന്ന് വന്നിട്ടില്ലല്ലോ. നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എഴുതിയത്. ഒന്ന് വായിക്കട്ടെ. വധു അനുശ്രീ ഡോക്ടർ ഓഫ് വേണു ലൈറ്റ് കുളമുള്ള ശ്രീലയം ഇക്കോട് പി ഒ 9861126. വരൻ എബിൻ കൃഷ്ണൻ സൺ ഓഫ് രാമകൃഷ്ണൻ മാക്കറ്റാരി അറക്കിലാട് പുത്തൂർ പി ഒ വടകര. ഫോൺ നമ്പർ 9446281671. ഇവർ തമ്മിലുള്ള വിവാഹം 2026 ഏപ്രിൽ മാസം 6-ാം തീയതി തിങ്കളാഴ്ച പകൽ 11 മണിക്കും 12 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ വധുഗ്രഹത്തിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചു. മലയാളം നമ്മൾ കത്തടിക്കുമ്പോൾ എഴുതി നിങ്ങൾക്ക് അങ്ങനെ ഒപ്പിട്ടിട്ട് വേണമെന്നുണ്ട്? അങ്ങനെ ഉണ്ടോ? അതൊന്നുമില്ലല്ലോ. അല്ല കുറച്ച് വടക്കോട്ട് പോകുമ്പോൾ അങ്ങനെ ഒപ്പിടണമെന്നൊക്കെ ഉണ്ട്. 25 മലയാളം ഡേറ്റ് 1201 മീനം 23 ആണ്. അത് നിങ്ങൾക്ക് വെക്കാം. ചില കലണ്ടറിൽ നിങ്ങളെ വടക്കേ മലബാർ ചെറിയ